ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സുലൈമാൻ കുട്ടി. അപ്പോൾ നമ്മളിതാ ഇന്ന് ഒന്നും കൂടി ഒരു GTA San Andreasലെ ഒരു ഗെയിം പ്ലേറ്റ് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഴയതുപോലെ തന്നെ പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നമ്മളിതാ ഇവിടെ ചെറിയൊരു പരിപാടി, നമ്മൾ ഒരു മിത്ത് ഒരു സംഭവം നേടി ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ, ഇത് ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഗായ്സ്, ഒരേ പ്രശ്നമുള്ളൂ. ഇതിൽ സൗണ്ട് എവിടെ? ബാക്ക് അടിയുന്നില്ല ഗൈസ്. അപ്പോൾ ബാക്ക് അടിയുന്നില്ല. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് കൊടുത്തിട്ട് SFX ചെറുതായിട്ടൊന്ന് കുറച്ച്, ഫുള്ളായിട്ട് കുറയ്ക്കണ്ട. ഒരു 52 ഒരു 100ൻ്റെ പകുതിയുള്ള രീതിയിൽ SFX മതി. അതായത് നമ്മളെ മൈക്കിൻ്റെ ഗൈസ്. സോ നമ്മളെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ എയർപോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ വിളിക്കാനുള്ള സെറ്റപ്പ് കിട്ടി. ഗൈസ്, നമുക്കൊന്ന് എയർപോർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോകണം. അപ്പോൾ നമുക്ക് ചെറിയൊരു സംഭവം ഇത് ചെയ്യാണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഇവിടേക്കൊക്കെ ഒരു മാർക്കിങ് ചെയ്യണം കേട്ടോ. സോ റീസൺ അടിച്ച് നമ്മളിതാ പിന്നെയും കളി തുടങ്ങി. നമ്മൾ ഇപ്പോൾ ജസ്റ്റ് വേഗം ഒരു ടൈം ഇതാക്കാണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ ഗേറ്റ് ഒരു തുറന്നു തരില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നൊരു സംഭവം എന്താ വെച്ചാൽ, ഞാൻ ഇതിൽ ഗൈസ് ഒരു M4A1ൻ്റെ വെപ്പൺ കിട്ടും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതാ പിടിച്ച് കയറി ഇനി പോയിട്ട് ചാടിക്കാളാം. സോ നമ്മളിതാ ഇവിടേക്ക് ഒരു ഇത് ഉപയോഗിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ തന്നെ ചാടിയിട്ട് ഇറങ്ങണം ഗൈസ്. സോ നമ്മളിതാ ഇറങ്ങി ഒരു ഡോഡോ ജെറ്റ് തന്നെ എടുക്കുക അല്ലേ. ഓടിപ്പോയി ഒരു ഡോഡോ ജെറ്റ് എടുക്കുക. ഇത് കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇത് പറത്താൻ കുറച്ച് പാടുമുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇത് ഇങ്ങോട്ടേക്കാക്കി ഗായ്സ്. സോ നമുക്കിതൊന്ന് നമ്മളത് പറത്തി ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേഗം നമുക്ക് തന്നെ ഇറങ്ങണപ്പോൾ. അല്ലെങ്കിൽ ഇതില്ലേ ഗൈസ്, ഓടിക്കാൻ പറ്റാത്തൊരു വണ്ടിയാണ്. നമുക്കത് ഓടിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മളെ ലൊക്കേഷനിൽ പോയിട്ടൊരു ഗണ്ണ് എടുക്കാണ്ട്. കണ്ടോ, ആ കാണുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട് ഗൈസ്. ഒരു എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ടല്ലോ ഗൈസ്. നടന്ന് മുട്ടിൻ്റെ വിജാബിൽ ലൂസായി. ഏതാണ്ട് സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. സോ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ അല്ലെങ്കിലില്ലേ ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെ വണ്ടി സോ നമ്മൾ വേഗം നടന്ന് ഈ വീഡിയോ അത്ര ലെങ്തി ആക്കാനും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് റിസർച്ചുകളൊക്കെ ഉണ്ട് ഗൈസ്. സോ ഈ വണ്ടീൻ്റെ ഒച്ചയൊക്കെ നല്ല രസമാണ് കേട്ടോ. സോ നമ്മൾ വണ്ടി എടുത്തിട്ട് സാധനം തിരിഞ്ഞ് പോവാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ എത്തി. സോ നമ്മൾ ഇപ്പം ഇതിന് ഭയങ്കര സ്പീഡ് കുറവാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഒരു ഗണ്ണ്, ഇത് ഞാൻ യൂട്യൂബിൽ ഇത് കണ്ടതാണ്. ഒരു ഗണ്ണുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓ മൈ ഗാഡ്. അപ്പോൾ ഒരു ഗണ്ണിൻ്റെ സ്ഥലം കണ്ടു കേട്ടോ. അപ്പോൾ ഈ സ്ഥലം ഇപ്പം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു സ്ഥലം കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമുക്ക് ഇവിടുന്ന് ഒരു പ്രൈവറ്റ് ജെറ്റ് എടുക്കണം. പ്രൈവറ്റ് ജെറ്റ് എടുത്തിട്ട് ഒരു സ്ഥലം വരെ നമുക്ക് പോകാണ്ട്, വേറൊരു ഏരിയ. ഓക്കെ, നമ്മളെ പ്രൈവറ്റ് ജെറ്റ് എടുത്തിട്ടുണ്ട്. ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊരു ഇതാണെന്ന്. ഇനി നമുക്ക് വേറൊരു ഏരിയയിൽ പോകാനുള്ളത്. ഇത് ഡേഞ്ചറസ് ആവുമോയെന്ന് എനിക്കറിയില്ല. നോട്ടെ എവിടെയാണ് അത് എന്ന് ഓർമ്മ വെച്ചാൽ എന്ന് പറഞ്ഞാൽ, ഇത് എവിടെ ആയിട്ട് വരുമായിരുന്നു സ്ഥലം? സോ ഗൈസ്, ഇതിൻ്റെ എവിടെയോ ഒരു സ്ഥലമുണ്ട് ഇവിടെ. ഈ ഒരു കോണ്ടിനെൻ്റിൽ ആയിട്ടുള്ള ഭാഗത്തിലേക്കാണ്.
ഇല്ല ഗൈസ്, ഇവിടെ ട്രെയിനിൻ്റെ പാളം അന്ന് പൂട്ടി വെച്ചതാണ്. നമുക്ക് ഇവിടെ പോകാൻ പറ്റൂല. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയയിലായിട്ട് എന്തോ വെപ്പൺ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ പ്രൈവറ്റ് ജെറ്റ് ആയിട്ട് പോവാം. അപ്പോൾ നമുക്ക് നമ്മളതിൻ്റെ തുമ്മിക്കൈയിലും പിടിച്ച് ആട്ടിയെടുക്കാം. അപ്പോൾ ഞാനിതാ അതിൽ കയറി, അങ്ങനെ കയറി. സോ ഇത് ഓക്കെ, നമ്മളിതാ ഇതിൽ പിടിച്ച് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ എടുത്ത് പോകണം. ഇപ്പോൾ നമ്മളിതാ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഏകദേശമൊക്കെ എത്തി നമ്മളിത് ടേക്ക് ഓഫ് ചെയ്യണം. പിന്നെ ഈ ഒരു ഇതിലേക്ക് തന്നെ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വളയ്ക്കണം. പക്ഷെ ഇത് വളയ്ക്കാൻ നല്ല പാടാണ്. ഇത് കൺട്രോൾ ചെയ്യാൻ തന്നെ ഒരു പാടുള്ള സംഭവമാണ്. സോ ഗായ്സ്, നമ്മളിതാ പണി കിട്ടി. ഓ മൈ ഗോഡ്, ഇത് വെള്ളത്തിൽ വീണാൽ പൊട്ടണാണ് നമ്മളോടൊന്നും ഇവർക്ക് പറഞ്ഞൂടെ ഗൈസ്. നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിലെത്തി. നമുക്ക് ഒരുത്തന്നെ വണ്ടി കിട്ടി. ഇനി ഇതിലൊരു ഞാൻ കലക്കും ഗൈസ്. നിങ്ങൾ കണ്ടോ? നമ്മൾ മുന്നൊക്കെ പൊന്തിച്ചിട്ടാട്ടോ ഞാൻ പോണേ. ഇതെങ്ങനെയാ ഞാൻ ഇപ്പം മുന്നൊന്നിച്ചെന്നാല്? ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ആകെ പണിയായിട്ട് കുത്തിരിക്കുകയാണ്. സോ മര്യാദയ്ക്ക് റെഡിയായി വന്നതായിരുന്നു. പിന്നെ എല്ലാത്തിനും തുടക്കം വന്ന് കിട്ടി. തുടക്കം കൊണ്ടുവന്നിട്ട് അറിയാതെ പ്ലെയിനൊന്നും വെള്ളത്തിലേക്ക് ഇട്ടുപോയതോ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പം ഞാനൊരു ഗണ്ണുള്ളൊരു ഏരിയ ഉണ്ട്, അത് തിരഞ്ഞു നടക്കുകയാണ്. ചെറുതായിട്ടൊരു ഓർമ്മയുണ്ട്. ഇവർ ഇങ്ങോട്ടേക്ക് വിടാൻ തന്നെ സമ്മതിക്കില്ല. ഞാൻ അപ്പോഴാണ് അവിടേക്ക് പോകുന്നത്. ഇവിടേക്ക് വിടാൻ സമ്മതിക്കില്ല. നമുക്കിപ്പോൾ ഈ ഒരു വലിയ മാപ്പ് എന്ന് പറയുന്നത് ഈ ഏരിയയിൽ, ഈ ഗ്രോ സ്ട്രീറ്റിൻ്റെ ഏരിയ നല്ല ഗണ്ണിൻ്റെ ഏരിയ ഇതൊക്കെ കിട്ടുന്നുണ്ടോയെന്നാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കാനും തേച്ചൊട്ടിച്ച് കഴിച്ചിന് റോട്ടുമ്മൽ. ഞാൻ വേഗം പോണേ. ഇവരെന്തിങ്ങനെ? ഗൈസിനെ പിടിച്ചിട്ട് കാറില്ലേ? ഇതെങ്ങനെ ഉണ്ടാവും? കുഴപ്പമില്ലാത്ത വണ്ടിയില്ല ഗൈസ്.
നമുക്കിത് മെല്ലെ കണ്ടെടുക്കാം. അതായത് ബൈക്കിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റി. ജസ്റ്റ് ഒന്ന് സൂമിങ് ചെയ്യാൻ കഴിയില്ലട്ടോ. സോ കാറിൽ നമുക്ക് സൂമിങ് ചെയ്യാൻ കഴിയില്ല. ഇവിടേക്ക് പോയാൽ ഒരു നെട്ട് കുത്തും, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് ഇക്കയറ്റം കയറണം, ഇവിടെ പോകണം. മൂപ്പര് ചവിട്ടിയതിന് പിന്നെയും പ്രശ്നമായി ഗൈസ്. സ്റ്റാറൊക്കെ ഡിസപ്പിയർ ആയി പോവാണെന്ന്. നമുക്കിവിടെ പ്രത്യേകിച്ച് ഹോമും പരിപാടിയൊന്നുമില്ല. അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, നമുക്ക് നമ്മുടെ ബൈക്ക് പോവാം. നമുക്ക് നമ്മളെ കാറെടുത്ത് ഇങ്ങനെ നടക്കന്നെ രസമാണ് ഗൈസ്. ഒക്കെ തേച്ചൊരിച്ചായി. സോ ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ആൻഡ്രോയിഡ് ഗെയിം പ്ലേ എടുത്ത്. അടുത്ത് ഞാൻ ഏതെങ്കിലും കാറിൻ്റെ ഗെയിമോ അങ്ങനത്തെ എന്തെങ്കിലും നോക്കട്ടെ. നമ്മൾ വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങണ്ടേ. ഇവിടെ എന്തോ മിഷനൊക്കെ ഉണ്ടാവില്ലല്ലോ സാധാരണ. ഉണ്ടാവലുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ഒന്ന് കയറാം. ഇവിടെ കയറാൻ പറ്റില്ല. പറ്റും ഗൈസ്, പറ്റും. ഞാനത് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. സോ ഇതാണ് നമ്മൾ ലോസ് ഏഞ്ചൽസ് GTA 5 കളിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഞാനിവിടുന്ന് ഇങ്ങനെ കറങ്ങി കളിച്ചിട്ട് ഒന്നും കിട്ടാല്ല ഗൈസ്. എൻ്റെ വണ്ടി പുക പിടിച്ച് പണിയായി. പോലീസിൻ്റെ വണ്ടിക്ക് നല്ല സ്പീഡാന്നൊക്കെ പറയുന്നത്. നമുക്ക് നമ്മളെ ബെസ്റ്റ് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഒരേ കൊണ്ടുപോയി ഷട്ടറിലിട്ട് പൂട്ടി വെക്കണം ഗൈസ്. ഈ സൺറൈസിൽ സ്പീഡുള്ള വണ്ടികളിൽ ഒരു വണ്ടിയാണ് ഈ കാണുന്ന എൻ്റെ കയ്യിലെടുത്തിരിക്കുന്ന ഇപ്പോൾ ഈ ഒരു വണ്ടി. അതിങ്ങോട്ട് ചരിച്ചിട്ടാണ്. അൺകൺട്രോളബിൾ ആണ് ഗൈസ്. സോ അൺകൺട്രോളബിൾ ആണ്. നമ്മൾ കാട്ടിലുകളിലേക്ക് പോകുന്നില്ല. ലോസ് ഏഞ്ചൽസിൽ നിന്ന് നേരെ ഇറങ്ങാണ്. സോ നേരെ ആക്സിലറേഷൻ കൊടുക്കുക. ആക്സിലറേഷൻ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കാർ വാഷിലേക്ക് വിട്ടാലോ ഗൈസ്. സോ കാർ വാഷ് ഇവിടെ എല്ലാം തോന്നുന്നുണ്ട്. അവർ പലതും പറയും, നമ്മൾ കേൾക്കണം. നമുക്ക് നമ്മളെ വണ്ടി ഒന്ന് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ജോബ് ഒന്ന് ഗൈസ് മാറ്റണം. ഇത് കുറച്ച് ലെങ്തി ആവുന്നുണ്ട് വീഡിയോ ലെങ്തി ആവട്ടെ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല, അതിനുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ഈ പെയിൻറ്റ് ജോബ് ഇഷ്ടമില്ല. സോറി. പെയിൻറ്റ് ജോബ് മറ്റേ ഈ പോണ വണ്ടിയും ഗൈസ് ഒരു റെയർ ആയിട്ടുള്ളൊരു കാറ് തന്നെയാണ്. ഓക്കെ, നമ്മൾ ലോസ് ഏഞ്ചൽസിൽ ഒരു സ്ഥലം കണ്ടെത്താണ്. നമ്മൾ ഗൺ ഷോപ്പ് ഉണ്ടല്ലോ, ഇത് ഗൈസ്. സോറി ഞാൻ അറിയാതെ മുട്ടിപ്പോയതാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് എന്തോ ഒരു സ്ഥലമുണ്ട്. ഇതാ, ഗൈസ് ഇതാണ് നമ്മളെ ഗണ്ണ് കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇത് പൂട്ടിക്കിടക്കാണ് ഗൈസ്. പേടിയും തുറന്നിട്ടൊന്നും കാര്യമില്ല. എന്താ അറിയില്ല, എന്തോ മിഷൻ കഴിഞ്ഞിട്ടൊക്കെ ഗണ്ണ് കിട്ടും.
ഗൺ ഷോപ്പ് കിട്ടുള്ളൂ. ഇതിൻ്റെ മാക്സ് സ്പീഡിൽ ഇങ്ങനെ ഓടിച്ചു നോക്കണം. പക്ഷെ ഇത് എയർപോർട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല. സോറി ഞാൻ തന്നെ ഇവരോട് സോറി അറിയുന്നത്. ഇവരല്ല ഗൈസ് തട്ടിച്ചത്. സോറി. നമ്മൾ കടൽ തീരങ്ങളിൽ വണ്ടി എടുത്ത് കൊണ്ടുപോവാം പോരെ ഗൈസ്. അപ്പോൾ നമ്മളിതാ ലാസ്റ്റത്തെ ലൊക്കേഷനാണ് സാൻഡ്രൈസിൽ. നമ്മളിതാ ലാസ്റ്റത്തെ ലൊക്കേഷനായിട്ടുള്ള നമ്മുടെ സ്വന്തം ബീച്ചിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. സോ നമ്മളെ ഈ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റിലേക്ക് പോയിട്ട് ഒരു ഡ്രിഫ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ വെള്ളത്തിന് അരികിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ കഴിയട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ വിചാരിക്കുകയാണ്. കാരണം ഇത് കുറേ എത്ര മിനിറ്റ് ആയിട്ടുണ്ടോ അറിയോ? 16 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അത് അപ്ലോഡ് ആവാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ഈ ഗെയിം ഡിലീറ്റ് ചെയ്യും ഉറപ്പായിട്ടും. ഞാൻ നിങ്ങൾക്ക് ഒരു ഇതിൽ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഗൈസ് ബീച്ച് കണ്ടു, നമ്മൾ പോയി ഡ്രിഫ്റ്റ് ചെയ്തു, വണ്ടി വെള്ളത്തിനുള്ളിലായി. ഓക്കെ. അപ്പോൾ നമുക്കിനി ഏതായാലും ഇല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.